ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ വുമൺസ് ക്രിക്കറ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന. എനിക്ക് തോന്നുന്നു ഈ വുമൺസ് ക്രിക്കറ്റിനോട് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇത്രയൊരു ഇഷ്ടം തോന്നാൻ വൺ ഓഫ് ദ മെയിൻ റീസൺ സ്മൃതി മന്ദാനയായിരുന്നു. കാര്യം പുള്ളിക്കാരത്തെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒരു കാലത്ത് നാഷണൽ ക്രഷ് ആയിരുന്നു ഈ സ്മൃതി മന്ദാന. ഇവരുടെ മാരേജുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങൾ, കുറെ ഇഷ്യൂസ് സോഷ്യൽ മീഡിയയിൽ കടന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് കടന്ന് കറങ്ങുന്നുണ്ട്. കല്യാണ തലേന്ന് കല്യാണം മാറ്റിവെക്കുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നു. സ്മൃതിയുടെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. ഈ വരനായിട്ടുള്ള സ്മൃതിയുടെ കാമുകന് ഇപ്പോഴത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി പലാഷ് മൂഞ്ചൽ എന്ന് പറയുന്ന പലാഷ് മൂച്ചൽ ഇപ്പൊ എന്തായാലും മൂഞ്ചൽ ആയിട്ടുണ്ട്. ഈ മൂച്ചല് വേറെ പെണ്ണിന്റെ കൂടെ പോയെന്ന്, കൈയോടെ പൊക്കിയെന്ന്, അങ്ങനെയാണ് കല്യാണം ക്യാൻസൽ ചെയ്തെന്നൊക്കെ പറഞ്ഞ് കുറെ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കല്യാണം മാറ്റിവെച്ചു എന്നുള്ളതായിരുന്നു അന്ന് ഇവര് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പറഞ്ഞിരുന്നത്, ഇവരുടെ ഫാമിലി പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ഒഫീഷ്യലി സ്മൃതി കല്യാണം ക്യാൻസൽ ചെയ്തു എന്ന് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിരിക്കുകയാണ്. ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. റീസൺ ഒന്നും അവരുടെ ഭാഗത്ത് നിന്ന് പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ് സ്മൃതിയുടെ ലൈഫിൽ നടന്നത്, എന്തൊക്കെ റൂമേഴ്സ് ആണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ആരാണ് സ്മൃതി മന്ദാന എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള വുമൺ ക്രിക്കറ്ററാണ്. നമുക്ക് വേണമെങ്കിൽ വുമൺസ് ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും കിടിലൊരു ഒരു പ്ലെയർ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഏതാണ്ട് 14 മില്യൺ പ്ലസ് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര ഫേമസ് ആണ്. സ്മൃതിയുടെ റിലേഷൻഷിപ്പ് അത്യാവശ്യം പബ്ലിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലാഷ് മൂഞ്ചൽ എന്ന് പറയുന്ന ഒരുത്തനാണ് സ്മൃതിയുടെ ലവർ. ഇവൻ ഒരു മ്യൂസിക് കമ്പോസർ ആണ്. ഇവൻ പാടിയിട്ടുള്ള പാട്ടൊന്നും എനിക്ക് വലിയ ധാരണയില്ല, സോ അതിനെപ്പറ്റി പറയുന്നില്ല. എന്താണെങ്കിലും ഒരു മ്യൂസിക് കമ്പോസർ എന്നുള്ള പറയുന്ന ഒരു ബാനറിലാണ് ഇവന്റെ ചേച്ചി ഒരു ഫേമസ് പലക് മൂഞ്ചൽ എന്ന് പറയുന്നത്. അവരൊരു ഫേമസ് സിംഗർ ആണ്. അവരുടെ കുറെ പാട്ടൊക്കെ ഉണ്ട്. ആഷിക്കി ടൂനകത്തൊക്കെ പാട്ട് ഇവര് പാടിയിട്ടുള്ള പാട്ടാണ്. അങ്ങനെ അവരുടെ പേരിൽ കുറെ ഫേമസ് മ്യൂസിക് ഉണ്ട്. ഇവന്റെ പേരിലുള്ള മ്യൂസിക്കിനെ പറ്റി എനിക്ക് അറിയില്ല. ഇവൻ കമ്പോസ് ചെയ്ത സോങ്സ് ഏതൊക്കെയാണ് നോ ഐഡിയ. അപ്പൊ എന്താണെങ്കിലും ഒട്ടും തരക്കേടില്ലാത്ത ഒരു കുടുംബം തന്നെയാണ് ഇവര്. 2019 റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് പബ്ലിക് ആയിരുന്നു. ഇവര് ഹൈഡ് ഒന്നും ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് 5th ആനിവേഴ്സറിയുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവര് പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ പലാഷ് ആണെങ്കിലും സ്മൃതി ആണെങ്കിലും. അപ്പോൾ ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത്ര വർഷങ്ങളായിട്ട് ഇവർ ഡേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത്. ഈ കൊല്ലമായിരുന്നു ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു ICC വുമൺസ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഇന്ത്യ കപ്പ് തൂക്കി. സ്മൃതി ആയിരുന്നു വൈസ് ക്യാപ്റ്റൻ. ഫൈനൽ നടന്നിരുന്നത് മഹാരാഷ്ട്രയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. ഈ ഫൈനലിന് ഇന്ത്യ കപ്പ് വെക്കുന്ന സമയത്തൊക്കെ സ്മൃതിയുടെ കൂടെ തന്നെ പലാശൊക്കെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ കപ്പൊക്കെ പിടിച്ചിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ നവംബർ 21 പലാഷിന്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ വരികയാണ്. സ്മൃതിയെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു വീഡിയോ. അത് എവിടെ കൊണ്ടുവച്ചാൽ പ്രപ്പോസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ റൊമാൻറ്റിക് ആയിട്ട് ഈ മുംബൈയിൽ ഈ DY പാട്ടീൽ സ്റ്റേഡിയം ഉണ്ടല്ലോ, ഇന്ത്യ വേൾഡ് കപ്പ് തൂക്കിയ അതേ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ അതിന്റെ നടുക്ക് കൊണ്ടുപോയി സ്മൃതിയെ പ്രപ്പോസ് ചെയ്യാണ്. ആ വീഡിയോ ഒന്ന് വെക്കാം. I found a love for me. സോങ് കോപ്പിറൈറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ സോങ് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാണ്. അപ്പൊ ഇങ്ങനെയാണ് കണ്ണൊക്കെ കെട്ടിക്കൊണ്ട് വന്നിട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നത്. ഇതാണ് ബൈ ദ ബൈ സ്മൃതി ആൻഡ് പലാഷ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒട്ടുകത്തിയിരുന്ന് പ്രപ്പോസ് ചെയ്യാണ്. ഭയങ്കര മാരക പ്രപ്പോസിങ്, ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. ഓക്കെ, ഷീ സെഡ് യെസ് എന്നും പറഞ്ഞിട്ട് പലാഷ് തന്നെയാണ് ഈ ഒരു വീഡിയോ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്. മില്യൺസ് ഓഫ് ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടു, ഏറ്റെടുത്തു. ഭയങ്കര ഇതായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോന് ശേഷമാണ് ഇവനെ കുറേയും കൂടെ ആളുകൾ തിരിച്ചറിയുന്നത്. ഓക്കെ, ഇവനാണ് പലാഷ്, ഇവനാണ് കാമുകൻ എന്നുള്ള രീതിയിൽ ഇവന് കുറച്ചും കൂടെ ഫെയിം ആയിട്ട് നിൽക്കുന്നു. സ്മൃതിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവൻ അത്ര ഫെയിം അല്ല, സ്മൃതിയുടെ ആ ഒരു പോപ്പുലാരിറ്റി വെച്ച് നോക്കുമ്പോൾ. സോ എന്താണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ അവൻ പോസ്റ്റ് ചെയ്യുകയാണ്. ഇത് പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ കല്യാണമാണ്. ഈ പ്രപ്പോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു പ്ലാനിങ്, ഒരു സർപ്രൈസ് കൊടുത്തതാണ്. നവംബർ 23 ഇത് കല്യാണമാണ്. നവംബർ 21 എങ്ങാണ്ടാണ് പലാഷ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ കല്യാണത്തിന് മുമ്പ് ഇവരുടെ ഈ ഒരു നോർത്ത് ഇന്ത്യൻ കൾച്ചറിലുള്ള കുറെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഹൽദിയൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് വന്നതെങ്കിലും ഇത് അവരുടെ ഒരു കൾച്ചറാണ്. നമ്മൾ അവിടുന്ന് കടമെടുത്തിട്ട് വന്ന സാധനമാണ്. കുറെ പരിപാടിയൊക്കെ ഉണ്ടാണ്ട് ഇതുപോലുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മഹാരാഷ്ട്ര സാംഗ്ലി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇവരുടെ ഡാൻസും പാട്ടും ഒക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ഹൽദിയും പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര ആഡംബരമായിട്ട് വലിയൊരു 2-3-4 ഡേയ്സിലെ പ്ലാനിങ് ആയിട്ടുള്ള കല്യാണമാണ്. കണ്ടില്ലേ ഈ വീഡിയോസ്? നമ്മളിപ്പോ ഈ കണ്ട വീഡിയോസും ഈ സ്മൃതിയുടെ
കല്യാണത്തിന്റെ മുമ്പുള്ള ഫംഗ്ഷന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു വാർത്ത വരുന്നത്, കല്യാണം മാറ്റിവെച്ചിരിക്കുന്നു, മാരേജ് പോസ്റ്റ്പോൺഡ്. റീസൺ പറയുന്നത് സ്മൃതിയുടെ അച്ഛന് നെഞ്ചുവേദന വന്നു, പുള്ളിക്കാരനെ ഹോസ്പിറ്റലൈസ് ചെയ്തേക്കാണ്, ഹോസ്പിറ്റലിലാണ്. അത് മാത്രമല്ല പലാശും ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് ഉള്ള വാർത്തകൾ വരുന്നു. അന്ന് ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരുന്നത് വൈറൽ ഇൻഫെക്ഷൻ അടിച്ച് ഇവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നത്. ഇതേ സമയം തന്നെ ഈ പലാശിന്റെ ഒരു ചാറ്റ് ഇവൻ മുൻപ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് മാസത്തിൽ ഒരു പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്ത ഒരു ചാറ്റിന്റെ കുറെ സ്ക്രീൻഷോട്ട് മേരി ഡികോസ്റ്റ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പുറത്തു വരികയാണ്. ചാറ്റ് ഇതാണ്. ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഫ്ലേർട്ടിംഗ് ചാറ്റ് ആണ്. ഈ പെണ്ണിനെ വെച്ചോണ്ട് തന്നെ, ഈ സ്മൃതിയെ വെച്ചോണ്ട് തന്നെ ഇവൻ വേറെ പെൺകുട്ടികളുടെ അടുത്ത് ചാറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ ഈ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചാറ്റ് ചെയ്യുന്ന പെണ്ണിന് അറിയാം ഇവന് സ്മൃതിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. ഈ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പെണ്ണ് ചോദിക്കുന്നുണ്ട്, യു ഡോണ്ട് മീറ്റ് ഹെർ ലൈക്ക് എവറി ഡേ. അന്നേരം ഇവൻ കരയുന്ന ഒരു ഇമോജി ഒക്കെ ഇട്ട് ലോങ് ഡിസ്റ്റൻസ് ഡോണ്ട് ആസ്ക് റേ, ചോദിക്കല്ലേ, ഇറ്റ്സ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ള രീതിയിലൊക്കെ അയാൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അന്നേരം പെണ്ണ് പിന്നെയും ചോദിക്കുന്നുണ്ട്, യു ഡു ലവ് ഹെർ റൈറ്റ്. അന്നേരം കൊടുക്കുന്ന റിപ്ലൈ, ദാറ്റ്സ് വൈ ഇറ്റ്സ് എ ഡെഡ് മോസ്റ്റ് ഓഫ് ദ ടൈംസ്. അപ്പൊ ഈ രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ പോലും മാനിക്കാത്ത രീതിയിലാണ് ആ ഒരു ചാറ്റിനകത്ത് ഇവൻ ചാറ്റ് ചെയ്യുന്നത്. പിന്നെ ഫ്ലേർട്ടിംഗ് ആണ്, ആ പെണ്ണും ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട് കൂടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ചാറ്റൂടെ പുറത്തു വന്നപ്പോഴത്തേക്ക് ആളുകൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. ഇവൻ ആള് ശരിയല്ല, ഇവൻ കോഴിയാണ്. പിന്നെ വേറൊരു സ്ക്രീൻഷോട്ടോട് ഇതേ സമയം പുറത്തു വന്നു. ഇവന്റെ ഒരു റിലേറ്റീവ് പറയുന്ന ഒരു കാര്യമാണ് പുറത്തു വരുന്നത്. പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ക്യാൻസൽ എന്ന് പറയുന്നുണ്ട്, കല്യാണം ക്യാൻസൽ ചെയ്യുന്ന പറയുന്നുണ്ട്. എന്നിട്ട് അവന്റെ റീസൺ ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത്, പലാഷ് ഗോട്ട് റെഡ് ഹാൻഡഡ് ഓൺ മെഹന്തി നൈറ്റ് വിത്ത് വൺ അസിസ്റ്റന്റ് കൊറിയോഗ്രാഫി ഓഫ് ബോസ്കോ മാർട്ടി. ഈ ബോസ്കോ എന്ന് പറയുന്ന കമ്പനിയാണെന്ന് തോന്നുന്നു ഇവരുടെ കല്യാണം അറേഞ്ച് ചെയ്യുന്നത്. അന്നേരം അവരുടെ ഒരു കൊറിയോഗ്രാഫറുമായിട്ട് എന്തോ പരിപാടി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇവനെ കൈയോടെ പൊക്കി. കല്യാണത്തിന്റെ തലേന്ന് മറ്റേ പരിപാടിക്ക് പോയി പൊക്കി, അതുകൊണ്ടാണ് കല്യാണം ക്യാൻസൽ ചെയ്തത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനുശേഷം വന്ന സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്മൃതിയുടെ ബ്രദറും ഇവനും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് ആയി, ബ്രദർ ഇഞ്ചേർഡ് ആയി. ഇതൊക്കെ അറിഞ്ഞ ഫാദർ കൊളാപ്സ് ആയി, ചെസ്റ്റ് പെയിൻ വന്നു, പുള്ളിക്കാരനെ അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി എന്നുള്ള തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് പുറത്തോട്ട് വന്നത്. ചുരുക്കം പറഞ്ഞാൽ കല്യാണത്തിന്റെ തലേന്ന് ഇവൻ വേറൊരു പെണ്ണിനെ പൂശിക്കൊണ്ടിരിക്കുന്നത് കൈയോടെ പൊക്കി, അങ്ങനെ കല്യാണം ക്യാൻസൽ ചെയ്തു എന്നുള്ള തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും അത്ര എങ്ങോട്ട് ഇത് പ്രചാരത്തിൽ വന്നില്ലെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഇത് ഭയങ്കര കത്തിയ ഒരു സബ്ജക്റ്റ് ആണ്. ഈ ഫാദറിനെ ഹോസ്പിറ്റലൈസ് ചെയ്ത സമയത്ത് തന്നെ ഈ പലാശിനെയും ഹോസ്പിറ്റലൈസ് ആക്കിയിട്ടുണ്ടായിരുന്നു. മേ ബി എനിക്ക് തോന്നുന്നു അടിപിടിയൊക്കെ നടക്കുന്ന സമയത്ത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടി കൊണ്ടില്ലെങ്കിലും പോയി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, മേ ബി അങ്ങനെ വല്ല ഹോസ്പിറ്റലിൽ ആയതാവാം. നെക്സ്റ്റ് ഡേ തന്നെ എന്നാൽ ഇവൻ മുംബൈയിലോട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ പലാശിന്റെ മദറിന്റെ അടുത്ത് ഈ തന്റെ മോനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അവര് പറയുന്നത് സ്മൃതിയുടെ ഫാദറുമായിട്ട് ഇവൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. സ്മൃതിയുടെ ഫാദറിന് ചെസ്റ്റ് പെയിൻ വന്ന സമയത്ത് ഇവൻ ഭയങ്കര മാനസികമായിട്ട് തകർന്നു, ഭയങ്കരമായിട്ട് കരഞ്ഞ് അങ്ങനെ ഇവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നുള്ളൊരു നറേഷനാണ് അമ്മയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. പക്ഷെ വേറെ രീതിയിലുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വൈറൽ ഇൻഫെക്ഷൻ അടിച്ച് ഹോസ്പിറ്റലൈസ് ആയി എന്നുള്ള ഒരു ന്യൂസ് ആണ്. അപ്പൊ മൊത്തത്തിൽ ഒരു മിസ്മാച്ച് വരികയാണ്. ഇപ്പൊ ഈ ഒരു നേരത്തെ കാണുന്ന ചാറ്റിനകത്ത് ഒരു അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറിന്റെ കൂടെ പൊക്കി എന്നുള്ള ഒരു തരത്തിലുള്ള ന്യൂസ് ആണല്ലോ പുറത്തോട്ട് വന്നത്. മാത്രമല്ല ആ സമയത്താണ് ഈ മറ്റേ മേരി ഡികോസ്റ്റ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ഇവന്റെ ഈ ഒരു ചാറ്റും പുറത്തുവിട്ടത്. ആ പെണ്ണ് ആ ചാറ്റ് പുറത്തുവിട്ടപ്പോഴത്തേക്ക് എല്ലാവരും വിചാരിച്ചു ആ ഒരു പെണ്ണാണ് ഇവന്റെ ഈ ഒരു അസിസ്റ്റന്റ് കൊറിയോഗ്രാഫർ എന്നുള്ള രീതിയിൽ. അന്നേരം ആ മേരി ഡികോസ്റ്റ എന്ന് പറയുന്ന ആ ഒരു പെങ്കൊച്ച് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു എക്സ്പ്ലനേഷൻ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാനല്ല വേറെ ഒരുത്തിയാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ സോഷ്യൽ മീഡിയ ആ ഒരു അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറെയും കുത്തിപ്പൊക്കി കണ്ടുപിടിച്ചു. സോഷ്യൽ മീഡിയ മൊത്തം ഇൻവെസ്റ്റിഗേഷൻ മോഡിലായിരുന്നു. ദാണ്ട ഈ നിൽക്കുന്ന വ്യക്തിയാണ് ആ ഒരു അസിസ്റ്റന്റ് കൊറിയോഗ്രാഫർ എന്നും പറഞ്ഞിട്ടാണ്. ഇവിടെ പേര് നന്ദിക ദ്വിവേദി എന്ന് പറയുന്ന ഒരുത്തിയാണ്. ഇതാണ് പുള്ളിക്കാരത്തിന്റെ അക്കൗണ്ട്, ഏതാണ്ട് 48K ഉള്ള ഒരു അക്കൗണ്ട് ആണ്. അപ്പൊ ഈ നന്ദികയുടെ ഫോട്ടോയും പ്രൊഫൈലും പുറത്തോട്ട് വന്നു. അപ്പോഴത്തേക്ക് ഈ സ്മൃതിയുടെ ഫാൻസ് പോയിട്ട് ഇവിടെ അക്കൗണ്ടിൽ കയറിയിട്ട് കമന്റ് സെക്ഷനിൽ തെറിവിളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി. എന്നിട്ടും ഇവിടെ പേര് പുറത്തോട്ട് വന്നിട്ടും ഇവളല്ലെന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റോ ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഭാഗം ന്യായീകരിച്ചു വരുന്ന ഒരു കുറിപ്പ് പോലും ഇവൾ ഇട്ടിട്ടില്ല. ഈ നന്ദിക ദ്വിവേദി എന്ന് പറയുന്നവരുടെ അക്കൗണ്ടിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് ആളുകൾ ഉറപ്പിച്ചു, ഇവള് തന്നെ. നമുക്ക് ഇപ്പോഴും സത്യത്തിൽ അറിയില്ല സംഭവം എന്താണ്. ഇതെല്ലാം കുറെ റൂമേഴ്സ് ഇങ്ങനെ നടന്ന് കറങ്ങുന്നതാണ്. ഇതേ സമയം തന്നെ മറ്റേ മേരി ഡികോസ്റ്റ ഇട്ട പോസ്റ്റിന്റെ അടിയിൽ ടാനിഷ് ഹേറ്റ് യു എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ഇവൻ ഈ പെണ്ണുമായിട്ട് സെക്സ് ചാറ്റിന് പോയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു കമന്റ് വരികയാണ്. ഈ പെണ്ണ് വേറെ ആളടുത്ത് പറയുന്ന ഒരു കാര്യവും പറയുന്നുണ്ട്, ഇസ്നെ മുജേ ഭി ടെക്സ്റ്റ് കിയാ താ സെക്സ് ചാറ്റ് കർനെ കാ
ട്രൈ കിയാത്ത ദെൻ ഐ ഗോസ്റ്റഡ്. പുള്ളിക്കാരത്തി പറയുന്നത് സെക്സ് ചാറ്റ് ചെയ്യാൻ വേണ്ടി ഇവനെ അവളെ അപ്രോച്ച് ചെയ്തു, അതിനുശേഷം ഇവനെ കംപ്ലീറ്റ് ആയിട്ട് ഇവള് അവോയ്ഡ് ചെയ്തു എന്നാണ്. ഇതാണ് പുള്ളിക്കാരത്തിയുടെ അക്കൗണ്ട്. അങ്ങനെ കുറെ പേര് ഇവനെതിരെ വന്നിട്ടുണ്ട്. ഇവന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു ബിഹേവിയർ പല പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ. അതിനുശേഷം സ്മൃതിയുടെ അക്കൗണ്ടിൽ ഒരു വീഡിയോ വരികയാണ്, ഒരു പ്രൊമോഷൻ വീഡിയോ കൈൻഡ് ഓഫ് വീഡിയോ വരികയാണ്. അതിനകത്ത് ആ വീഡിയോയ്ക്കകത്ത് സ്മൃതിയുടെ കയ്യിൽ വെഡിങ് റിങ് കാണുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് സ്മൃതിയുടെ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് സ്മൃതി ഈ പലാഷിനെ അൺഫോളോ ചെയ്തിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അൺഫോളോ ചെയ്തിരിക്കുകയാണ്. പലാഷിന്റെ അക്കൗണ്ട് നോക്കിയപ്പോഴത്തേക്ക് പലാഷും സ്മൃതിയെ അൺഫോളോ ചെയ്തിരിക്കുകയാണ്. അന്നേരം പിന്നെ ഒന്നുകൂടെ ഈ ഒരു സംശയം ബലപ്പെട്ടു. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സ്മൃതിയുടെ അക്കൗണ്ടിലാണ് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയാണ്. സ്റ്റോറി ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ഞാനൊന്ന് വായിക്കാം. ഓവർ ദ പാസ്റ്റ് ഫ്യൂ വീക്സ് there has been plenty of speculation around my life and I feel it is important for me to speak out at this time. I am a very private person. I would like to keep it that way, but I need to clarify that the wedding is called off. Wedding cancel ചെയ്തിരിക്കുന്നു. I would like to close this matter here and implore all of you to do the same. I requested you to please respect the privacy of both families at this time and allow us the space to process and move on at our own pace. അപ്പം കല്യാണം നിർത്തി അവരുടെ പേഴ്സണൽ സ്പേസിനെ റെസ്പെക്ട് ചെയ്യുക, കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. കല്യാണം നിർത്താനുള്ള റീസൺസ് ഒന്നും പറയാതെ പുള്ളിക്കാരത്തി എല്ലാം പ്രൈവറ്റ് ആക്കി വെക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സെയിം ടൈമിൽ പലാഷിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഇതുപോലത്തെ ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. ഐ ഹാവ് ഡിസൈഡഡ് ടു മൂവ് ഓൺ ഇൻ മൈ ലൈഫ് ആൻഡ് സ്റ്റെപ്പ് ബാക്ക് ഫ്രം മൈ പേഴ്സണൽ റിലേഷൻഷിപ്പ്. സോ ഐ ഹാവ് ഡിസൈഡഡ് എന്ന് പറഞ്ഞാണ് പുള്ളി ഇവിടെ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയുന്നത് പുറത്ത് നടക്കുന്ന ഈ റൂമേഴ്സ് ഒക്കെ തെറ്റിദ്ധാരണയാണ്, എല്ലാം കള്ളപ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനൊന്നും ഇല്ല, ഇങ്ങനെ കള്ളപ്രചരണങ്ങൾ നടത്തുന്നവരെ നിയമപരമായി നേരിടും എന്നുള്ള തരത്തിലൊക്കെയാണ് പുള്ളിക്കാരൻ ആ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഇതിനുശേഷം ഇവൻ ഒരു PR ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം കൈൻഡ് ഓഫ് പോസ്റ്റ് പല എക്സ് ഹാൻഡിലുകളിലായിട്ട് കാണാനിടയായി. ഇത് കണ്ടില്ലയോ, ഇതെല്ലാം സെയിം സാധനമാണ്. പല അക്കൗണ്ടുകളിൽ സെയിം പോസ്റ്റ് ഇട്ടേക്കാണ്, കോപ്പി പേസ്റ്റ് അടിച്ചിട്ട്. ഇത് കണ്ടോ, പോസ്റ്റ് ചെയ്യാൻ വായിക്കാം. പലാഷ് മൂഞ്ചൽ വാസ് ഡേറ്റിംഗ് മന്ദാന ഫ്രം 2019. Loyal since 6 years. Always support her in a bad phase. Never chased her fame. His net worth is already in crores. Never cheated her. She cancelled her marriage because she got lot of fame and brand value after winning World Cup. അപ്പോൾ സ്മൃതിയാണ് ഈ ഒരു കല്യാണം ക്യാൻസൽ ചെയ്തത്. പുള്ളിക്കാരത്തിയുടെ ഫെയിമും ബ്രാൻഡ് വാല്യൂ ഒക്കെ ഭയങ്കരമാണ്, അതുകൊണ്ട് ഈ ഒരു കല്യാണം വേണ്ട എന്നുള്ള തരത്തിൽ സ്മൃതിയാണ് ഈ ഒരു കല്യാണം ക്യാൻസൽ ചെയ്തത് എന്ന ഒരു നറേഷനാണ് പേജുകളിൽ പല രൂപത്തിലും പല ഭാവത്തിലും കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സെയിം പോസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരുപാട് പേജസിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് PR വർക്കാണ്. മാത്രമല്ല വേറൊരു പോസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ടോ, ഇവന്റെ കയ്യിൽ സ്മൃതി 18 SM എന്ന് പറഞ്ഞ സ്മൃതി മന്ദാന 18 എന്ന് പച്ച കുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുത്തൻ ചീറ്റ് ചെയ്യുമോ എന്നുള്ള തരത്തിലൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതാണ്ട് അവള് വേൾഡ് കപ്പ് അടിച്ച സമയത്ത് അവളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നു, പ്രപ്പോസ് ചെയ്യുന്ന സമയത്തുള്ളത്. എ ഗായ് ക്യാൻ ഡു ദിസ് ആൻഡ് സ്റ്റിൽ ചീറ്റ്സ് എന്നും പറഞ്ഞിട്ട് വേറെയും കുറെ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ PR ടീംസ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്മൃതിയുടെ തലയിലോട്ട് ഈ ബ്ലെയിം എല്ലാം ഇട്ടുകൊടുത്ത് ഇവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇതാണ് സ്മൃതി മന്ദാനയുടെ മാരേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ, ഈ റൂമേഴ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ കുറെയൊക്കെ സത്യം ഉണ്ടെന്ന് തോന്നുന്നു കേൾക്കുമ്പോൾ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂമേഴ്സിനകത്ത് തന്നെ ആദ്യമേ ഇവർ പറയുന്നുണ്ടായിരുന്നു കല്യാണം ഓൾറെഡി ക്യാൻസൽ ചെയ്തു. ഇവരുടെ ഭാഗത്ത് നിന്ന് വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ളതായിരുന്നു. അപ്പോഴേ ഇവിടെ പുറത്ത് വന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഐറ്റംസ് ഈ കല്യാണത്തിൽ പങ്കെടുത്ത ആളുകളിലാണ് പുറത്ത് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയുടെ കല്യാണം ഭയങ്കര ഹാപ്പി ആയിട്ട് ആദ്യത്തെ 2 ദിവസത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു, കല്യാണത്തിന്റെ തലേന്ന് കല്യാണം ക്യാൻസൽ ചെയ്യുകയാണ്. ഇത്രയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പെണ്ണിന്റെ അച്ഛൻ കൊളാപ്സ് ആവുന്ന തരത്തിൽ ഒരു റീസൺ ഉണ്ടായതിന്റെ പേരിലായിരിക്കണമല്ലോ ആ കല്യാണം ക്യാൻസൽ ചെയ്തത്. അല്ലാതെ ഈ പോസ്റ്റിനായിട്ട് പറയുന്നതിന്റെ തൊട്ട് സ്മൃതിക്ക് ഒരു ഫെയിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ കൂടിയതിന്റെ പേരിലോ കല്യാണം ക്യാൻസൽ ചെയ്യാനായിരുന്നെങ്കിൽ അതിന് മുൻപേ പറ്റുമായിരുന്നു. അറ്റ് ദ ലാസ്റ്റ് മൊമെന്റിൽ ആ ഒരു കല്യാണം കളയണമെങ്കിൽ അത്രയും വലിയൊരു റീസൺ ഉണ്ടായിരിക്കണം. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഒക്കെ സത്യമാവാനേ അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ കുറേയൊക്കെ സത്യങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. സോ കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ശരിയെങ്കിൽ ടാറ്റാ ബൈ ബൈ.